Hi friends, once again welcome back to our class. Third moduleലുള്ള first chapter, that is Claiming an Education. It's a speech delivered by Adrian Rich. ഈ ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ. ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിലുള്ള ആദ്യത്തെ 6 പാരഗ്രാഫ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ക്ലെയിമിംഗ് ആൻ എഡ്യൂക്കേഷൻ എന്ന സ്പീച്ച് സെപ്റ്റംബർ 1977 ന്യൂജേഴ്സിയിലുള്ള ഡഗ്ലസ് കോളേജിലെ കോൺവക്കേഷൻ സമയത്ത് ഡിഗ്രി പാസ്സായിട്ട് പോകുന്ന കുട്ടികളോട് നടത്തിയതാണ് എന്ന് പറഞ്ഞു. അതിൽ എഡ്രിയൻ റിച്ച് പറയുന്നത്, ആ ഒരു സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എഡ്യൂക്കേഷൻ റിസീവ് എഡ്യൂക്കേഷൻ ആൻഡ് ക്ലെയിമിംഗ് എഡ്യൂക്കേഷൻ, ഇത് രണ്ടും തമ്മിൽ ഭയങ്കരമായ ഡിഫറൻസ് ഉണ്ട്, ഭയങ്കരമായൊരു അന്തരമുണ്ട് എന്നാണ് പറഞ്ഞത്. വിദ്യ അഭ്യസിക്കുക എന്നുള്ളത് ബോത്ത് മെൻ ആൻഡ് വിമൻ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ അവകാശപ്പെട്ടതാണ്. അതവർ ചോദിച്ചു വാങ്ങുകയും വേണം. പക്ഷേ വിദ്യാഭ്യാസം സ്വീകരിക്കുക എന്നത്, റിസീവ് ചെയ്യുക എന്ന് പറയുന്നത് മിയർലി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, കിട്ടുന്നത് വാങ്ങിക്കുക എന്നല്ലാതെ ഒരവകാശമായിട്ട് മാറുന്നില്ല. സ്ത്രീകളുടെ വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ടതാണെന്നും അവരെടുത്തു പറയുന്നുണ്ട്. വിദ്യാഭ്യാസ ചുറ്റുപാടുകളിൽ സ്ത്രീകളുടെ അവകാശങ്ങളെയും അവർ എംഫസൈസ് ചെയ്ത് പറയുന്നുണ്ട്. നമുക്ക് നമ്മളോട് തന്നെയുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അത് നമുക്ക് നമ്മളോട് തന്നെയുള്ളൊരു കടമയായിട്ടാണ്, റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് നമ്മൾ എഡ്യൂക്കേഷനെ കാണേണ്ടത് എന്ന് അവർ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. Now, let me move into the 7th paragraph of this chapter. 7th പാരഗ്രാഫിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളോടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ ചിന്തകളെ മറ്റുള്ളവർ ഏറ്റെടുക്കാൻ സമ്മതിക്കാതിരിക്കുക, നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ പറയാൻ അവരെ അനുവദിക്കാതിരിക്കുക എന്നൊക്കെയാണ്. Responsibility to yourself means refusing to let others do your thinking, talking and naming for you. It means learning to respect and use your brains and instincts. എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനർത്ഥം നിങ്ങളുടെ ബുദ്ധിശക്തിയെയും നിങ്ങളുടെ വികാരങ്ങളെയും നിങ്ങൾ തന്നെ മാനിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ബോഡി മറ്റുള്ളവർക്ക് അടുപ്പം കാണിക്കാനും ഒരു എക്കണോമിക് സെക്യൂരിറ്റി കൈവരുത്താനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കമോഡിറ്റി ആക്കി മാറ്റരുത് എന്നാണ് പറയുന്നത്. യു ഡോണ്ട് യൂസ് യുവർ ബ്രെയിൻ ആസ് എ കമോഡിറ്റി ടു പർച്ചേസ് സൂപ്പർഫിഷ്യൽ ഇൻറ്റിമസി ഓർ എക്കണോമിക് സെക്യൂരിറ്റി. അങ്ങനെ സംഭവിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ഇഫ് അവർ ബോഡീസ് ആർ ട്രീറ്റഡ് ആസ് ഓബ്ജക്ട്സ്, അവർ മൈൻഡ്സ് ആർ ഇൻ ഗ്രേറ്റ് ഡേഞ്ചർ. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരങ്ങൾ വെറും കമോഡിറ്റി ആക്കി മാറ്റിയാൽ അത് നമ്മുടെ മനസ്സുകൾക്കൊരു വലിയ അപകടം ഉണ്ടാക്കും. ഇറ്റ്സ് എ ഗ്രേറ്റ് ഡേഞ്ചറസ് സിറ്റുവേഷൻ. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പും ലവും ഒക്കെ കൊടുക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ മനസ്സിനെ റെസ്പെക്റ്റ് ചെയ്യാൻ കഴിയണം. അങ്ങനെ നിങ്ങൾ നിർബന്ധിക്കുന്ന, ഇൻസിസ്റ്റ് ചെയ്യുന്ന രീതിയിലാവണം നിങ്ങളുടെ ബിഹേവിയർ എന്ന് പറയുന്നത്. ഇൻസിസ്റ്റ് ദാറ്റ് ദോസ് ടു ഹൂം യു ഗിവ് യുവർ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ് ആർ ഏബിൾ ടു റെസ്പെക്റ്റ് യുവർ മൈൻഡ്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്, നമ്മളുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് മറ്റുള്ളവർക്ക് മുന്നിൽ എക്സ്പോസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ അവർ പറയുന്നത്, റെസ്പോൺസിബിലിറ്റി ടു യുവർ സെൽഫ്, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള കടമ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തോട്ട്സ് മറ്റുള്ളവരെ ഏറ്റെടുക്കാൻ സമ്മതിക്കാതിരിക്കുക, നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ പറയാൻ അവരെ അനുവദിക്കാതിരിക്കുക. ഇതൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണം. നിങ്ങളുടെ കാര്യങ്ങൾ ആരുടെ മുന്നിലും നല്ല ബോൾഡായിട്ട് തുറന്ന് പറയാനുള്ള ഒരു കേപ്പബിലിറ്റി, ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് തന്നെ ഉണ്ടാവണം. നമ്മൾ ഒരിക്കലും നമ്മുടെ കാര്യങ്ങൾ പറയാൻ മറ്റൊരാളെ ഏർപ്പാട് ചെയ്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കരുത് എന്നുള്ള രീതിയിൽ മോട്ടിവേഷൻ ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. അവർ വീണ്ടും സ്വയം തോന്നേണ്ട റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നമുക്ക് ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞു തരുവാണ്. റെസ്പോൺസിബിലിറ്റി ടു യുവർ സെൽഫ് മീൻസ് യു ഡോണ്ട് ഫോൾ ഫോർ ഷാലോ ആൻഡ് ഈസി സൊല്യൂഷൻസ്. വലിയ വലിയ ലക്ഷ്യങ്ങളെ നമ്മൾ മറന്നു പോകരുത് എന്ന് ഇൻഡയറക്റ്റായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. ദീസ് ആർ ഈസി സൊല്യൂഷൻസ് എന്ന് അവർ ഉദ്ദേശിച്ചത് എന്തൊക്കെയാണ്? ദീസ് ആർ
pre-digested books and ideas. Weekend meetings guaranteed to change your life. പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാക്കുന്ന ഐഡിയാസ് ഉള്ള ബുക്സ്. അപ്പം കുറച്ച് ടഫായിട്ടുള്ളത് അവിടെ മാറ്റി വെച്ച് പെട്ടെന്ന് നമ്മൾ വായിച്ചാൽ മനസ്സിലാവുന്നത് എടുക്കാം. എനിക്ക് ഇതേ പറ്റുള്ളൂ, അത് പറ്റില്ല എന്ന ചിന്താഗതി, അത് പാടില്ല. ദെൻ പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാം, ഒരൊറ്റ മീറ്റിംഗ് ഗ്യാരണ്ടി വെച്ചിട്ട് നിങ്ങളുടെ ലൈഫ് ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നാരെങ്കിലും ഓഫർ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ചെന്ന് ചാടരുത്. ടേക്കിംഗ് ഈസി കോഴ്സസ്, ഡിഫിക്കൽട്ടായത് എനിക്ക് പറ്റില്ല എന്നുദ്ദേശിച്ച് ഈസിയായ കോഴ്സസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അത് നമ്മൾ ചെയ്യരുത്. ബ്ലഫിങ് അറ്റ് സ്കൂൾ ആൻഡ് ലൈഫ് ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ഹാർഡ് വർക്ക്. സ്കൂളിൽ നിന്ന് മറ്റുള്ള ആളുകൾ കബളിപ്പിക്കുന്നതിൽ പെട്ടുപോവാതെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. Marrying early to escape from real decisions and getting pregnant to evade existing problems. റിയൽ ഡിസിഷൻസ് എടുക്കുന്നതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി, എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി നേരത്തെ തന്നെ മാരി ചെയ്യുന്നത്, അത് നമ്മൾ ഒഴിവാക്കണം. അത് ഈസി സൊല്യൂഷനിൽ പെടുന്നതാണ്. ഗെറ്റിംഗ് പ്രഗ്നൻറ്റ് ടു ഇവൈഡ് എക്സിസ്റ്റിംഗ് പ്രോബ്ലംസ്, നിലനിൽക്കുന്ന എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസിൽ നിന്ന് ഓടി ഒളിക്കാൻ വേണ്ടി ഗെറ്റിംഗ് പ്രഗ്നൻറ്റ്, നമ്മൾ പ്രഗ്നൻ്റ് ആവുന്നത്, ഇതെല്ലാം ഈസി സൊല്യൂഷൻസ് ആണ്. ഇതെല്ലാം ഷാലോസ് ആണ്. അതിലൊന്നും വീണു പോകാതെ നമ്മൾ നമ്മളുടെ ശരീരത്തിനോടും മനസ്സിനോടും റെസ്പോൺസിബിലിറ്റി കാണിക്കണം എന്നാണ് ഓഥർ നമ്മളുടെ അടുത്ത് പറയുന്നത്. ഇറ്റ് മീൻസ്, വീണ്ടും അവർ വ്യക്തമാക്കി തരുന്നു, ഇറ്റ് മീൻസ് യു റിഫ്യൂസ് ടു സെൽ യുവർ ടാലൻസ് ആൻഡ് ആസ്പിറേഷൻസ് ചീപ്ലി. നിങ്ങൾ നിങ്ങളുടെ ടാലൻസും നിങ്ങളുടെ ആസ്പിറേഷൻസും നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങളുടെ എബിലിറ്റി, ഇതൊക്കെ മറ്റുള്ളവർക്ക് മുന്നിൽ വിൽക്കുന്നത് നിങ്ങൾ ഒഴിവാക്കണം, റിഫ്യൂസ് ചെയ്യണം. സൊസൈറ്റി വിൽ ടെൽ യു ദാറ്റ് വിമൻ ഷുഡ് ബി നൈസ്, play safe, have low professional expectations, drawn in love and forget about work, live through others and stay in the places assigned to women. സൊസൈറ്റി നമ്മളോട് പലതും ആവശ്യപ്പെടും. വിമൻ ഷുഡ് ബി നൈസ്, സ്ത്രീകൾ വളരെ നൈസായിട്ട് പെരുമാറുന്നവരാവണം. പ്ലേ സേഫ്, വളരെ സുരക്ഷിതരായിട്ട് കളിക്കുന്നവരാവണം. ഹാവ് ലോ പ്രൊഫഷണൽ എക്സ്പെക്റ്റേഷൻസ്, നിങ്ങൾക്ക് വലിയ വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഉണ്ടാവരുത്. വളരെ നിങ്ങളുടെ കൈകളിൽ ഒതുങ്ങുമെന്ന് വിചാരിക്കുന്ന ലോ പ്രൊഫഷണൽ എക്സ്പെക്റ്റേഷൻസ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഡ്രൗൺ ഇൻ ലവ് ആൻഡ് ഫൊഗറ്റ് അബൌട്ട് വർക്ക്, ജോലി കാര്യങ്ങളൊക്കെ മറന്നിട്ട് നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുക മാത്രം ചെയ്ത് ജീവിച്ചാൽ മതി. ലിവ് ത്രൂ അതേഴ്സ്, മറ്റുള്ളവർ നിങ്ങൾക്ക് അനുവദിച്ച് തരുന്ന ലിമിറ്റേഷൻസിൽ നിന്നിട്ട് മാത്രം നിങ്ങൾ ജീവിച്ചാൽ മതി. ആൻഡ് സ്റ്റേ ഇൻ ദ പ്ലേസസ് അസൈൻഡ് ടു വിമൻ, സൊസൈറ്റി സ്ത്രീകൾക്ക് വേണ്ടി ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ആ ലിമിറ്റേഷൻസിൻ്റെ അകത്ത് നിന്ന് മാത്രം നിങ്ങൾ ജീവിച്ചാൽ മതി. ഇങ്ങനെയുള്ള ഒരുപാട് ഡിമാൻഡ്സ് സൊസൈറ്റി നമുക്ക് മുന്നിൽ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. പക്ഷേ ദ കറേജ് ടു ബി ഡിഫറെൻറ്റ്, not to be continuously available to others when we need time for ourselves and our work. നമ്മൾ ഡിഫറെൻ്റ് ആവണം. ഇറ്റ് മീൻസ് ദ കറേജ് ടു ബി ഡിഫറെൻറ്റ്. നമ്മൾ ഡിഫറെൻ്റ് ആവണമെങ്കിൽ അതിനുള്ള കറേജ്, ധൈര്യം നമുക്കുണ്ടായിരിക്കണം. not to be continuously available to others when we need time for ourselves and our work. നമുക്ക് നമ്മുടെ ജീവിതത്തിനോട്, നമ്മുടെ ലൈഫിനോട്, നമ്മുടെ ജോലിയോട്, അതിനൊക്കെ നമുക്ക് സമയം ആവശ്യമായിട്ട് വരുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം നമ്മളുടെ ടൈം അവൈലബിൾ ആക്കി വെക്കരുത്. നമ്മൾ നമുക്ക് വേണ്ടി കൂടി ജീവിക്കാൻ പഠിക്കണം. We should demand from parents, friends, roommates, teachers, lovers, husbands and children to respect our sense of purpose and our integrity as persons. നമുക്ക് ചുറ്റുമുള്ളവരോടൊക്കെ റെസ്പെക്റ്റ് ഡിമാൻഡ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഫ്രം അവർ പാരൻസ്, ഫ്രണ്ട്സ്, റൂംമേറ്റ്സ്, ടീച്ചേഴ്സ്, ലവേഴ്സ്, ഹസ്ബൻഡ്സ് ആൻഡ് അവർ ചിൽഡ്രൻ, ഇവരോടൊക്കെ റെസ്പെക്റ്റ് പിടിച്ചു പറ്റാൻ നമുക്ക് പറ്റണം. Once we begin to feel committed to our lives, responsible to ourselves, then we can never again be satisfied with old passive way. എന്ത് നല്ല മോട്ടിവേഷൻ! ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനോട് ആത്മാർത്ഥതയുള്ള, പ്രതിബദ്ധതയുള്ളവരായി മാറിയാൽ, നിങ്ങൾ നിങ്ങളോട് തന്നെ റെസ്പോൺസിബിലിറ്റി കാണിച്ചു തുടങ്ങിയാൽ, then you can never again be satisfied with the old passive way. നിങ്ങൾ പണ്ട് മുതലേ ജീവിച്ചു പോന്നിരുന്ന, പ്രതികരണശേഷി ഇല്ലാതിരുന്ന ആ പാസീവ് വേയുമായിട്ട് പിന്നീട് ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റില്ല.
അതുകൊണ്ട് നമ്മളായിട്ട് നമ്മുടെ വ്യക്തിത്വം മറ്റുള്ളവരുടെ മുന്നിൽ അടിയറവ് പറയാതെ നമുക്ക് നമ്മുടേതായ വ്യൂ പോയിൻറ്റ്സ് ഉണ്ടെന്നും നമ്മൾ ബഹുമാനിക്കപ്പെടേണ്ടവരാണെന്നും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് പറ്റണം എന്ന് വളരെ ശക്തമായിട്ട് ഈ കുട്ടികളെ മുന്നിലിരിക്കുന്ന ഓഡിയൻസിനെ നമ്മുടെ ഓഥർ, നമ്മുടെ സ്പീക്കർ മോട്ടിവേറ്റ് ചെയ്ത് സംസാരിക്കുന്നു. ദ സ്റ്റുഡൻസ്, നിങ്ങൾ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാനുള്ളത്, ഇനി ഞാൻ എൻ്റെ സ്പീച്ചിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കുവാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ നെക്സ്റ്റ് പാരഗ്രാഫ് ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, ഈ സ്പീച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ സ്പീക്കർ പറയുന്നു, ഐ വോണ്ട് ടു സെപ്പറേറ്റ് മൈ റിമാർക്സ് ഇൻ ടു 2 parts. One is about you, that is, one is about the students, and the another one is about us, that is the teachers. അപ്പോൾ സ്റ്റുഡൻസിനെ കുറിച്ചുള്ള പാർട്സാണ് ഇത്രയും നേരം അവർ സംസാരിച്ചത്. ഇനി ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിക്കുവാണെങ്കിൽ എന്തൊക്കെ നമുക്കിവിടെ പറയാനുണ്ട്. Now comes the second part of the contract. In a women's college, you have the right to expect your faculty to take you seriously. The education of women has been a debate over centuries. ഇവിടെ നമ്മൾ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കോളേജിൽ നിങ്ങൾ പഠിക്കുമ്പോൾ, ഒരു വിമൻസ് കോളേജിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കൺസിഡറേഷൻ കിട്ടണമെന്ന് ഓരോ സ്റ്റുഡൻറ്റും ആഗ്രഹിക്കും. നിങ്ങൾക്കറിയാം, സ്ത്രീകളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരുപാട് കാലം, ഓവർ സെഞ്ച്വറീസ്, ഒരു ഡിബേറ്റായിട്ട് നിലനിന്നിരുന്ന ഒരു പ്രോബ്ലമായിരുന്നു. ഓൾഡ് ആൻഡ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് അബൌട്ട് വിമൻസ് റോൾ, ഡൗട്ട്സ് അബൌട്ട് വിമൻസ് എബിലിറ്റി ടു തിങ്ക് ആൻഡ് ടേക്ക് ലീഡർഷിപ്പ് എക്സെട്ര ആർ സ്റ്റിൽ പ്രസൻറ്റ് ഇൻ ദ സൊസൈറ്റി. ഇപ്പോഴും നിലനിൽക്കുന്നു. സ്ത്രീകളുടെ റെസ്പോൺസിബിലിറ്റിയെപ്പറ്റി, അവർക്ക് തിങ്ക് ചെയ്യാനുള്ള അവരുടെ എബിലിറ്റിയെപ്പറ്റി, സ്ത്രീകളെ ലീഡർഷിപ്പ് സ്ഥാനത്തേക്ക്, ലീഡർഷിപ്പ് ക്വാളിറ്റി, അവരുടെ നേതൃസ്ഥാനത്ത് നിൽക്കാനുള്ള പാഠവം, ഇതിനെയൊക്കെ പറ്റിയുള്ള തെറ്റായ പല ചിന്തകളും ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും മെനി മെയിൽ പ്രൊഫസേഴ്സ് സ്റ്റിൽ ഫീൽ ദാറ്റ് ടീച്ചിങ് ഇൻ എ വിമൻസ് കോളേജ് ഇസ് എ സെക്കൻഡ് റേറ്റ് കരിയർ. പല മെയിൽ പ്രൊഫസേഴ്സും ഇന്നും ധരിച്ചിരിക്കുന്ന ഒരു തെറ്റായ ധാരണയുണ്ട്. വിമൻസ് കോളേജിൽ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് റേറ്റ് കരിയർ ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. ആണ് ഇൻ്റലക്ച്വൽ ഫ്രീഡം കിട്ടാൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടേഴ്സ് എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ ടീച്ചേഴ്സ് പരാജയപ്പെട്ടു പോകുന്നു. They often fail to give them the chance to become more thoughtful and expressive human beings. കുട്ടികളെ നല്ല രീതിയിലുള്ള, നന്നായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന, ഐഡിയാസൊക്കെ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന, എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന ഹ്യൂമൻ ബീങ്സ് ആക്കി മാറ്റുന്നതിൽ പലപ്പോഴും ടീച്ചേഴ്സ് പരാജിതരായിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് എന്നൊക്കെ കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഇവിടെ നമ്മുടെ ഓഥർ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിൻ്റാണ്, ഡോണ്ട് ഫൊഗെറ്റ് ടു ടേക്ക് യുവർ സെൽഫ് സീരിയസ്ലി, യു ഷുഡ് സീക്ക് ക്രിറ്റിസിസം. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയെ നിങ്ങളെ തന്നെ സീരിയസ് ആയിട്ട് കാണണമെങ്കിൽ യു ഷുഡ് സീക്ക് ക്രിറ്റിസിസം. നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് വിമർശനങ്ങളെ സീക്ക് ചെയ്യണം. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുടെ വിമർശനങ്ങൾ കേൾക്കാൻ നിങ്ങൾ തയ്യാറാവണം. പലപ്പോഴും അങ്ങനെയാണ്, ഫീഡ്ബാക്സ് കിട്ടുമ്പോഴാണ്, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്സ് കിട്ടുമ്പോഴാണ് നമുക്ക് എന്തൊക്കെ മോൾഡ് ചെയ്യാനുണ്ട്, എന്തൊക്കെ ഡെവലപ്പ് ചെയ്യാനുണ്ട്, എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ ഇനിയും സൂക്ഷിക്കണം, എന്തൊക്കെ നമ്മൾ ഇപ്പോഴുള്ളതുപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോകണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വഴിയാണ് സീക്കിംഗ് ക്രിറ്റിസിസം, സീക്കിംഗ് ഫീഡ്ബാക്സ് എന്ന് പറയുന്നത്. ഫീഡ്ബാക്സിലൂടെ നമുക്ക്, ക്രിറ്റിസിസത്തിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനും പഠിച്ചെടുക്കാനും പറ്റും. People should demand that you push yourself further, showing you the range of what you can do. ക്രിറ്റിസിസത്തിലൂടെ നിങ്ങളുടെ റേഞ്ച് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, നിങ്ങൾക്കിനി എന്തൊക്കെ ഫർദർ സ്റ്റെപ്സ് ആയിട്ട് മുന്നോട്ട് എടുക്കാൻ പറ്റും എന്നൊക്കെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഇറ്റ് മീൻസ്, ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താ, ഈ ഒരു ഫീഡ്ബാക്സ് കിട്ടുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് എന്താ, റിജക്റ്റിംഗ് ആറ്റിറ്റ്യൂഡ്സ് ലൈക്ക് ടേക്ക് ഇറ്റ് ഈസി, വൈ ബി സോ സീരിയസ്, വൈ വറി, യു വിൽ ഗെറ്റ് മാരീഡ് എനിവേ ആൻഡ് സോ ഓൺ. ഇങ്ങനെയുള്ള പല നമ്മളുടെ കോൺഫിഡൻസിനെ ഇല്ലാതാക്കുന്ന ചെറിയ ചെറിയ ചോദ്യങ്ങളിലൊക്കെ
അവോയ്ഡ് ചെയ്യാൻ, അത്തരം ആറ്റിറ്റ്യൂഡ്സിനൊക്കെ റിജക്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. നമ്മളുടെ പേഴ്സണാലിറ്റി നമ്മൾ മറ്റുള്ളവരുടെ ക്രിറ്റിസിസത്തിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ. And you know, a student has to see herself engaged with her teachers in active, ongoing struggle for real education. റിയൽ എഡ്യൂക്കേഷൻ നേടാൻ ടീച്ചേഴ്സിൻ്റെ കൂടെ ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യാൻ ഒരു സ്റ്റുഡൻറ്റിന് എപ്പോഴും പറ്റിയിരിക്കണം. ഫോർ ഹർ ടു ഡു ദിസ്, ഇങ്ങനെ ചെയ്യണമെങ്കിൽ സ്റ്റുഡൻറ്റിന് എന്തുണ്ടായിരിക്കണം? ദ ടീച്ചേഴ്സ് മസ്റ്റ് ബി കമ്മിറ്റഡ് ടു ദ ബിലീഫ് ദാറ്റ് വിമൻസ് മൈൻഡ്സ് ആൻഡ് എക്സ്പീരിയൻസ് ആർ വാല്യുബിൾ ആൻഡ് ഇൻ്റലക്ച്വലി ഫെർട്ടൈൽ പ്ലേസ്. ഇങ്ങനെ ഒരു വിദ്യാർത്ഥി മാത്രം ചിന്തിച്ചാൽ മതിയാവുമോ? ഒരിക്കലും പറ്റില്ല. ടീച്ചേഴ്സ് കൂടെ മനസ്സ് വെക്കണം. സ്ത്രീകളുടെ അല്ലെങ്കിൽ വിമൻ സ്റ്റുഡൻസിൻ്റെ മനസ്സിന്, അവരുടെ എക്സ്പീരിയൻസിന്, അവരുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയെ ഒക്കെ വാല്യുബിളായിട്ട് കാണാൻ ഒരു ടീച്ചറിന് പറ്റുമ്പോൾ മാത്രമാണ് ഒരു കുട്ടിക്ക് ആ കുട്ടിയുടേതായ സ്പേസ് എക്സ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. ദ കോൺട്രാക്ട് is really a pledge of mutual seriousness about women. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ടീച്ചേഴ്സിനുള്ള കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു ഒരു വുമൻ സ്റ്റുഡൻറ്റിനെ മ്യൂച്വലായിട്ട് അവളുടെ സീരിയസ്നെസ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്ലഡ്ജ് തന്നെയാണ്. നമ്മൾ നമ്മുടെ മനസ്സിനോട് എടുക്കുന്ന ഒരു പ്ലഡ്ജ് തന്നെയാണ്. ദ ഇൻബോൺ പൊട്ടൻഷ്യാലിറ്റീസ് ഓഫ് സോ മെനി വിമൻസ് മൈൻഡ്സ് ഷുഡ് നോട്ട് ലോങ് ടു ബി വേസ്റ്റഡ്. സ്ത്രീകൾക്ക് ഒരുപാട് പൊട്ടൻഷ്യാലിറ്റീസ്, ഇൻബോൺ പൊട്ടൻഷ്യാലിറ്റീസ് ഉണ്ടാകും. അതൊന്നും ഒരിക്കലും വേസ്റ്റ് ചെയ്യപ്പെടാൻ പാടില്ല. അതൊന്നും ഒരിക്കലും റാവൽ ചെയ്യപ്പെടാൻ പാടില്ല. ആ കഴിവുകളെ ഇല്ലാതാക്കുകയോ കുറച്ച് കാണുകയോ ചെയ്യാൻ പാടില്ല. അതിനെ പാരലൈസ് ചെയ്യാൻ പാടില്ല, മരവിപ്പിച്ച് കളയാൻ പാടില്ല, അതിനെ ഡിനൈ ചെയ്ത് കളയാൻ പാടില്ല, ആ കഴിവുകളെയൊന്നും നിരാകരിച്ച് കളയാൻ പാടില്ല. ഇത്തരം കഴിവുകളെ മുന്നോട്ട് കൊണ്ടുവരാൻ ടീച്ചേഴ്സിൻ്റെ ആക്റ്റീവായിട്ടുള്ള കൈകൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ല സൊസൈറ്റിയെ വാർത്തെടുക്കാൻ പറ്റുള്ളൂ, നല്ല പ്രൊഫഷണൽ എത്തിക്സ് ഉള്ള പേഴ്സണാലിറ്റീസിനെ വാർത്തെടുക്കാൻ പറ്റുള്ളൂ. നല്ല രീതിയിൽ ബോത്ത് വിമൻ ആൻഡ് മെൻ അവരെല്ലാം സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ, എല്ലാവർക്കും നല്ല വ്യൂ പോയിൻറ്റ്സ് ഉണ്ടാക്കാൻ, നല്ല രീതിയിലുള്ള പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ, എല്ലാവരും പരസ്പരം റെസ്പെക്റ്റ് ചെയ്യാൻ, ഇങ്ങനെയുള്ള നല്ല നല്ല ക്വാളിറ്റീസൊക്കെ ഹ്യൂമൻ ബീങ്സിൻ്റെ മനസ്സിലുണ്ടാക്കിയെടുക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾ, ഇത്തരം ചിന്താരീതികൾ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ് എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റോടുകൂടി റിച്ച് അവരുടെ സ്പീച്ച് ഇവിടെ കൺക്ലൂഡ് ചെയ്യുവാണ്. ആൻഡ് ഐ ഹോപ്പ് all of you got understand all these points in a good manner. I strongly believe that you can catch all the valuable points in this speech. Go ahead, stay well. We'll meet again soon with another topic, with another chapter. Till then, bye-bye.